വെൽക്കം യു ഓൾ ടു കേരള സ്കൂൾ ട്യൂഷൻ യൂട്യൂബ് ചാനൽ. സോ നമ്മുടെ കേരള PSC ഡിഗ്രി ലെവൽ എക്സാമും രണ്ട് ലെവലായിട്ട് നടത്താൻ പോവുകയാണ്. അതായത് പ്രിലിംസും ഉണ്ടായിരിക്കും, മെയിൻസും ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂ സെഷനോടെ കാണും. സോ പ്രിലിംസിൻ്റെ എക്സാം മെയ് മന്തിൽ പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? ഏപ്രിൽ മെയ്. സോ സിലബസ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. 10th ലെവല്, 12th ലെവല്, ഡിഗ്രി ലെവൽ, അങ്ങനെ 3 ലെവലായിട്ടാണ് ഇപ്പോൾ പ്രിലിംസും മെയിൻസും ഒക്കെ നടത്തുന്നത്. സോ അതിനകത്ത് 10th ലെവലിൻ്റെ പ്രിലിംസ് കഴിഞ്ഞു, 12th ലെവലിൻ്റെ പ്രിലിംസ് ഇനി വന്നുകൊണ്ടിരിക്കുന്നു. ഡിഗ്രി ലെവലാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. കമ്പാരിറ്റീവ്ലി ബേസിക് പേ വളരെ ഹയർ ആയിട്ടുള്ള ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ജോലികളാണ് ഈ ഡിഗ്രി ലെവലിൽ. നിലവിൽ കുറച്ച് പോലീസ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട CBCID, എക്സൈസ് ഉണ്ട്, അസിസ്റ്റൻറ്റ് ജയിലറുണ്ട്, പിന്നെ സബ് ഇൻസ്പെക്ടറുണ്ട്. അങ്ങനെ കുറച്ച് വേക്കൻസികളാണ് വിളിച്ചിട്ടുള്ളത്. പക്ഷേ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റൊക്കെ ഉടനെ വരും. ഏപ്രിൽ 1 അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാണും. സോ ഡിഗ്രി ലെവൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അതുകൊണ്ടാണ് ഞാനിതിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാം, ദ സിലബസ് ഈസ് ഇൻ ഇംഗ്ലീഷ് ഓർ ദ ക്വസ്റ്റ്യൻസ് വിൽ ബി ഇൻ ഇംഗ്ലീഷ്. ഇത് കൂടാതെ മലയാളം സ്പെസിഫിക്, ലാംഗ്വേജ് സ്പെസിഫിക് ചില ക്വസ്റ്റ്യൻസ് കാണും, അത് ആ ലാംഗ്വേജിലായിരിക്കും. അതർവൈസ് ഡിഗ്രി ലെവൽ ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻസ്. 10th ലെവലും 12th ലെവലും മലയാളത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സിലബസിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ആദ്യം ഹിസ്റ്ററി. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ജനറലായി പറയുന്ന കണക്ക് കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം കേരള ഹിസ്റ്ററി കൊടുത്തിരിക്കുന്നതും ഇന്ത്യൻ ഹിസ്റ്ററി കൊടുത്തിരിക്കുന്നതും വേൾഡ് ഹിസ്റ്ററി കൊടുത്തിരിക്കുന്നതും കാണാം. സോ കേരള ഹിസ്റ്ററിക്കകത്ത് എന്തൊക്കെയാണുള്ളത്? കേരള ഹിസ്റ്ററിക്കകത്ത് യൂറോപ്യൻസിൻ്റെ അറൈവൽ ഉണ്ട്. ഇവിടെ കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസിൻ്റെ കേരളത്തിലുള്ള കോൺട്രിബ്യൂഷൻസ്, അതായത് ഒരുപാട് ഫോർട്ടുകൾ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു, മിഷണറീസ് സ്ഥാപനങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തു, പ്രിൻറ്റിംഗ് പ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട്, ബുക്കുകളുമായിട്ട് ബന്ധപ്പെട്ട്. സോ ഇതെല്ലാം നമ്മൾ അറിയണം. ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ. സോ ട്രാവൻകൂർ കിങ്ഡത്തിലെ മാർത്താണ്ഡവർമ്മയുടെ ടൈം തൊട്ട്, അതായത് 1750s തൊട്ട് ചിത്തിര തിരുനാൾ നമ്മളുടെ ഫ്രീഡം വരെയുള്ള ടൈമുള്ള എല്ലാ രാജാക്കന്മാരുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. അത് കഴിഞ്ഞ് സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്. പലർക്കും അറിയില്ല ഇതെന്തോ കൊടുത്തിരിക്കുന്നത്. സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി റിനൈസൻസ് ആണ്. ഓക്കെ, ദെൻ നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള, ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. സോ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. സോ കേരളത്തിലെ 1750s തൊട്ട് ഓർ അതിനു മുമ്പേ യൂറോപ്യൻസിൻ്റെ അഡ്വൻറ്റ് തൊട്ട് ഇന്ന് വരെയുള്ള എന്ത് കാര്യങ്ങളും ചോദിക്കാം എന്നുള്ളതാണ് ആക്ച്വലി സിലബസ് കണ്ടാൽ തോന്നുന്നത്. ഇതിനു മുമ്പ് KS സിലബസ് ഒന്നുണ്ടായിരുന്നു. ആ KS സിലബസുമായിട്ട് വളരെ സിമിലാരിറ്റി ഉള്ളതാണ് ഈ സിലബസ് എന്ന് പറയുന്നത്. ഇതിലെ മിക്ക കണ്ടൻറ്റും നിങ്ങൾക്ക് ഒരു ടാലൻറ്റിൻ്റെ റാങ്ക് ഫയൽ മേടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടാവുന്നതേ ഉള്ളൂ. അതിൽ ഡിഗ്രി ലെവൽ സെക്രട്ടേറിയറ്റോ SI ഒക്കെ നിങ്ങളുടെ ഇരിപ്പുണ്ടെങ്കിൽ അതിനകത്ത് ഈ യൂറോപ്യൻസിൻ്റെ കോൺട്രിബ്യൂഷൻ ഇല്ലെങ്കിൽ പോലും അറൈവൽ ഓഫ് ദ യൂറോപ്യൻസ് കാണും. കിങ്ഡം, ട്രാവൻകൂർ കിങ്ഡത്തിലെ കാര്യങ്ങളെല്ലാ ഡീറ്റെയിലും അതിനകത്തുണ്ട്. റിനൈസൻസ്, സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ് അതിനകത്തുണ്ട്. ഓക്കെ, സോ ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. അതുകൂടാതെ നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരളയും ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററിയും ഇതെല്ലാം ആക്ച്വലി ഒരു പ്രോപ്പറായിട്ടുള്ളൊരു റാങ്ക് ഫയൽ ടാലൻറ്റിൻ്റെ മേടിക്കുന്നതായിരിക്കും നല്ലത്. അതിനകത്ത് ഇതിലൂടെ പ്രോപ്പറാണ് കണ്ടൻറ്റ്, അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്ത് മെഡീവൽ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഏൻഷ്യൻ്റ് ഇന്ത്യ നോട്ട് മെൻഷൻഡ് ഹിയർ. സോ മെഡീവൽ ഇന്ത്യയെക്കുറിച്ചുള്ള കാര്യം, മെഡീവൽ ഇന്ത്യ എന്ന് വെച്ചാൽ നമ്മളുടെ സെൻട്രലിൽ സുൽത്താനേറ്റ് തൊട്ട് മുഗൾ കിങ്ഡം ഇതെല്ലാം വരുന്നതാണ് ഈ മെഡീവൽ എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം, കോൺട്രിബ്യൂഷൻസ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ ബ്രിട്ടീഷ് വരുമ്പോൾ അത് മോഡേൺ ഹിസ്റ്ററി ആയി മാറി. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, സ്വദേശി മൂവ്മെൻറ്റ്, social reform movement, newspaper, literature and art during the freedom struggle, independent movement, Mahatma Gandhi's extremist movement in India, independent movement and the Mahatma Gandhi extremist movement ബംഗാൾ പാർട്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ത്യാസ് ഇൻഡിപെൻഡൻറ്റ്, പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരീഡ്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ഡെവലപ്മെൻറ്റ് ഇൻ സയൻസ്, എഡ്യൂക്കേഷൻ, ടെക്നോളജി, ഫോറിൻ പോളിസി, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1951. സോ ഇവിടെയും അതുപോലെയാണ്. മെഡീവൽ പീരീഡ് തൊട്ട് നമ്മുടെ ഇന്നത്തെ ഹിസ്റ്ററി വരെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ഇന്ത്യയുടെ പോർഷനിൽ നിന്ന് ചോദിക്കാം. സോ ഒരു തരത്തിൽ നിങ്ങൾ നോക്കിയത് ഇൻഡെഫിനിറ്റ് ആണെന്ന് തോന്നും, എന്നാലും ഒരുപാട് വറീഡ് ആവണ്ട. ഇത് നിങ്ങളൊരു റാങ്ക് ഫയലിലോട്ടുള്ള കണ്ടൻറ്റ് മാത്രം അറിഞ്ഞിരുന്നാൽ മതിയാകുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ വരുന്നത് വേൾഡ് ഹിസ്റ്ററിയാണ്. വേൾഡ് ഹിസ്റ്ററി 1750s സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യം ഗ്രേറ്റ് റെവല്യൂഷൻ
ഇൻ ഇംഗ്ലണ്ടിലെ ഗ്രേറ്റ് റെവല്യൂഷൻ, അത് ഇൻക്ലൂഡിങ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. സോ UN ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ഇത് നിങ്ങൾക്ക് ഈ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററിയും ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് റാങ്ക് ഫയലിനെ ഡിപ്പെൻഡ് ചെയ്യാം. ടാലൻറ്റിൻ്റെ ഒരു റാങ്ക് ഫയൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 60% ഓഫ് ദ കണ്ടൻറ്റ് കിട്ടും. ബാക്കിക്ക് നിങ്ങൾ എന്ത് ചെയ്യും? ബാക്കിക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരു വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാം. നമ്മുടെ കേരള ഹിസ്റ്ററി, അതായത് നമ്മുടെ കേരള സ്കൂൾ ബുക്സ് ഉണ്ടല്ലോ, അത് തന്നെ ഇപ്പോൾ ഇംഗ്ലീഷിൽ പ്രിൻറ്റിങ് വരുന്നുണ്ട്. കാര്യം ഇംഗ്ലീഷ് മീഡിയമാണ് ഏറ്റവും കൂടുതൽ പേര് പഠിക്കുന്നത്. സോ ഈ കേരള സ്കൂൾ ബുക്സിൽ നിന്നും ഈ കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള, സോ 5th സ്റ്റാൻഡേർഡ് ടു 10th സ്റ്റാൻഡേർഡ് വരെയുള്ള ബുക്കുകൾ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടാലൻറ്റ് പ്ലസ് ഈ കേരള ബുക്സ് കൂടെ നിങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ 95% ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ അതിന് ഒരു മാസം സമയമുണ്ട്, അത് നോക്കുക. അതുകൂടാതെ കറണ്ട് അഫെയേഴ്സ് എന്തും ചോദിക്കാം. കറണ്ട് അഫെയേഴ്സ് നമ്മൾക്ക് അവാർഡും കാര്യങ്ങളൊക്കെ കുറച്ച് പഠിച്ചു വെക്കാം. അത് കഴിഞ്ഞ് ജോഗ്രഫിയിലോട്ടാണ് വരുന്നത്. ജോഗ്രഫിയിൽ ബേസിക്സ് ഓഫ് ജോഗ്രഫി, അതായത് ജനറലി ഒരു ജോഗ്രഫിയിൽ എർത്തിനെ കുറിച്ച്, സിസ്റ്റത്തിനെ കുറിച്ച്, അറ്റ്മോസ്ഫിയറിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്ന ബേസിക് ജോഗ്രഫി ഉണ്ട്. പിന്നെ ഇന്ത്യൻ ജോഗ്രഫിയെക്കുറിച്ചുണ്ട്, പിന്നെ കേരള ജോഗ്രഫി ഉണ്ട്, പിന്നെ ജോഗ്രഫിയിൽ നിന്നുള്ള കറണ്ട് അഫെയേഴ്സും കാര്യങ്ങളും. സോ ബേസിക്സ് ഓഫ് ജോഗ്രഫി, അതിനകത്ത് എർത്തിൻ്റെ സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോം, pressure belt and wind, temperature, seasons, global issue, global warming, various forms of pollution, maps, topographic maps and signs, remote sensing, geographic information system, GIS system, oceans, various movements, continents, world nation and the specific feature. So the best thing എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5th to 10th കേരള സ്കൂൾ ബുക്സ് നോക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. പിന്നെ ഇന്ത്യൻ ജോഗ്രഫി, ജനറലി ഇന്ത്യൻ ജോഗ്രഫിയിൽ ചോദിക്കുന്ന അതിൻ്റെ ഫിസിയോഗ്രഫി, അതിൻ്റെ സ്ട്രക്ചറൊക്കെ എങ്ങനെയാണ്, ഫീച്ചർ എന്തൊക്കെയുണ്ട്, നോർത്തേൺ റീജിയനുള്ള നമ്മുടെ ഹിമാലയനെ കുറിച്ച് എന്തെഴുതാം, ദെൻ പ്ലെയിനിനെ കുറിച്ച് എഴുതുക, പെനിൻസുലയെ കുറിച്ച്, കോസ്റ്റലിനെ കുറിച്ച്, ക്ലൈമറ്റിനെ കുറിച്ച്, നാച്ചുറൽ വെജിറ്റേഷൻ, മിനറൽ ഇൻഡസ്ട്രീസ്, ഇൻഫ്രാസ്ട്രക്ചർ, അതർ ഇൻഫ്രാസ്ട്രക്ചർ. കേരളവും സിമിലർലി അതിൻ്റെ ഫിസിയോഗ്രഫിയും അതിൻ്റെ ഡിസ്ട്രിക്ട്സും ഓരോ ഡിസ്ട്രിക്ട്സിൻ്റെ ഫീച്ചേഴ്സും, റിവറും ക്ലൈമറ്റും നാച്ചുറൽ വെജിറ്റേഷനും വൈൽഡ് ലൈഫും അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്ററും മിനറലും ഇൻഡസ്ട്രിയും അല്ല. സോ ഇത് നിങ്ങൾക്കൊരു റാങ്ക് ഫയലിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നത് റാദർ ദാൻ ദ സ്കൂൾ ബുക്സ്. സ്കൂൾ ബുക്സിൽ നിന്ന് ഈ 2 പാർട്ട് നിങ്ങൾക്ക് കിട്ടും. അത് റാങ്ക് ഫയലിലും ഉണ്ട്, കുറച്ചൊക്കെ അതിൽ നിന്ന് വായിക്കാം. പക്ഷേ ഇത് നിങ്ങൾ പ്യുവർലി റാങ്ക് ഫയലിനെ ഡിപ്പെൻഡിങ് ചെയ്യേണ്ടി വരും. ഓക്കെ. പിന്നെ അതിനകത്തും കറണ്ട് അഫെയേഴ്സ് എന്ത് വേണമെങ്കിലും ചോദിക്കാം. പിന്നെ വരുന്നത് എക്കണോമിക്സ്. കണ്ടാൽ കുറച്ചേ ഉള്ളൂ തോന്നും എക്കണോമിക്സ്, പക്ഷേ ആ കുറച്ചിൽ നിന്ന് തന്നെ എന്തെല്ലാം ചോദിക്കാമെന്ന് നമുക്കൊരു പിടിയും പറ്റില്ല. സോ കറണ്ട് അഫെയേഴ്സ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ വളരെ റീസെൻ്റ് ആയിട്ടുള്ള എക്കണോമിക് ടെർമിനോളജീസ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടർ ഇൻ പ്രൊഡക്ഷൻ, ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ്, 5-year പ്ലാൻസ്, നീതി ആയോഗ്, ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, റിസർവ് ബാങ്ക് ഫങ്ഷൻസ്, പബ്ലിക് റവന്യൂ, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ബഡ്ജറ്റ്, ഫിസ്ക്കൽ പോളിസി, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റ്സ്. ഇങ്ങനെ എക്കണോമിയിലും വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസാണ്. ഇതും കുറച്ചൊക്കെ നിങ്ങൾക്ക് എക്കണോമി ബുക്കിൽ നിന്ന് കിട്ടും. അതുകൂടാതെ നിങ്ങൾ ഒരുപക്ഷെ KIS-ൻ്റെയോ സിവിൽ സർവീസിൻ്റെയൊക്കെ മെറ്റീരിയലിലോട്ട് റെഫർ ചെയ്തെങ്കിൽ മാത്രമേ ഈ എക്കണോമി കവർ ചെയ്തെടുക്കാൻ പറ്റൂ. ഓക്കെ. ഇതും റാങ്ക് ഫയലിൽ നിങ്ങൾക്ക് ഒരുപാട് കിട്ടും. ഫോർ എക്സാമ്പിൾ ഈ 5-year പ്ലാൻസും കാര്യങ്ങളും എല്ലാം ടാലൻറ്റിൻ്റെയൊക്കെ ഒരു റാങ്ക് ഫയൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് മതി. പിന്നെ വരുന്നത് സിവിക്സ്, അതായത് നമ്മളുടെ പൊളിറ്റി എന്ന് പറയുന്ന സാധനം, കോൺസ്റ്റിറ്റ്യൂഷൻ. സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി. സോ ഇതൊക്കെ നേരത്തെ ഈസി ആയിട്ട് ഉള്ളതല്ലായിരുന്നു. ഇതൊക്കെ വളരെ ന്യൂ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ്, ഇന്ത്യൻ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഗവേണൻസിനെ കുറിച്ച്. ഗവേണൻസ് ഒരുപാട് ഗവൺമെൻറ് പ്രോഗ്രാം വരുന്നുണ്ട്, അതെല്ലാം അറിഞ്ഞിരിക്കണം. ഇൻഫോർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ഓഫ് ഇൻഫോർമേഷൻ ആക്ട്, ലോക്പാൽ, ലോകായുക്ത, ഗവൺമെൻറ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ സെക്ടർ, എലക്ഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഹ്യൂമൻ റൈറ്റ്സ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്. ഇതെല്ലാം UPSC-യുടെയൊക്കെ KIS-ൻ്റെയൊക്കെ സിലബസ് പോർഷനാണ്. ഇതൊക്കെ എടുത്തപ്പോൾ നമുക്ക് ഡിഗ്രിക്ക് ഇട്ടിരിക്കുക. ലേബർ എംപ്ലോയ്മെൻറ്റ്, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പോളിസി, ലാൻഡ് റിഫോംസിനെ കുറിച്ച്, വുമൺ, ചിൽഡ്രൻ, ഓൾഡ് ഏജ് പീപ്പിൾ, സോഷ്യൽ എക്കണോമിക് ഡേറ്റ, എക്സെട്ര എക്സെട്ര. അതുകൂടാതെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൽ നമ്മൾ ജനറലായിട്ട് എല്ലാ എക്സാമിനും പഠിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിളും, ഫണ്ടമെൻ്റൽ റൈറ്റ്സും, DPSPയും, സിറ്റിസൺഷിപ്പും, അമെൻമെൻറ്റും, പഞ്ചായത്ത് രാജും ഒക്കെ ഉണ്ട്.
അത് കഴിഞ്ഞ് ഇതാണ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് എന്തൊക്കെ കണ്ടു നമ്മൾ? ഹിസ്റ്ററി കണ്ടു, ജോഗ്രഫി കണ്ടു, എക്കണോമി കണ്ടു, സിവിക്സ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടു. അത് കഴിഞ്ഞ് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ. ഇത് മലയാളത്തിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ആർട്സ്, കല. കേരളത്തിലെ പ്രധാന ദൃശ്യ കാവ്യ കലകളും അവയുടെ ഉദ്ഭവം, വ്യാപനം, പരിശീലനം, പ്രശസ്തമായ സ്ഥലങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ. ഫോർ എക്സാമ്പിൾ കേരള കലാമണ്ഡലമൊക്കെ അല്ലേ, അത് പ്രശസ്തരായ വ്യക്തികൾ, എക്സ്പെഷ്യലി നമ്മൾ റീസെൻ്റായിട്ട് മരിച്ച ആൾക്കാരുണ്ടെങ്കിൽ അവർ, കലാകാരന്മാർ, എഴുത്തുകാർ, ഇതെല്ലാം വേണം. പിന്നെ പറയുന്നത് കായികം, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന് പ്രൊമിനൻസ് കൊടുക്കണം. അതോടൊപ്പം ഇന്ത്യയും കാര്യങ്ങളും എല്ലാം ശ്രദ്ധിച്ചോണം. കാര്യം കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ. ഇപ്പോൾ ഒരു കായിക താരത്തിൻ്റെ പേര് തന്നിട്ട് ചോദിക്കും ഏത് കായിക ഇനമാണ് അവർ കളിക്കുന്നതെന്ന് ചോദിക്കും. അവരുടെ നേട്ടം, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ, പ്രധാനപ്പെട്ട അവാർഡുകൾ, അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏതു മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നു എന്നറിയും. അതായത് ദ്രോണാചാര്യ എന്ന് പറഞ്ഞാൽ ഏത് അവാർഡാണ് നിങ്ങൾ അറിയണം. പ്രധാന ട്രോഫികൾ, ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങൾ, പ്രധാന കായിക ഇനങ്ങൾ, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം. സോ ക്രിക്കറ്റിൽ എത്ര കളിക്കാരുണ്ട്, ഫുട്ബോളിൽ എത്ര കളിക്കാരുണ്ട്, അങ്ങനെയൊക്കെ ചോദിക്കാം. കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ. ഒളിമ്പിക്സ്, അടിസ്ഥാന വിവരങ്ങൾ വേണം ഒളിമ്പിക്സിനെ കുറിച്ച്. പ്രധാന വേദികൾ, രാജ്യങ്ങൾ, പ്രശസ്തമായ വിജയങ്ങൾ, കായിക താരങ്ങൾ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, വിൻ്റർ ഒളിമ്പിക്സ് എന്താണ്, പാരൻ്റ് ഒളിമ്പിക്സ് എന്താണ്, അങ്ങനെ ഒളിമ്പിക്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് റെഫർ ചെയ്ത് പഠിക്കണം. ഇതൊന്നും നമുക്ക് നിലവിലൊരു റാങ്ക് ഫയലിൽ നിന്നും കിട്ടത്തില്ല. ഇത് വെബ് റിസോഴ്സ് മാത്രമേ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റൂ. ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്, അതിൻ്റെ വേദികളും രാജ്യങ്ങളും, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, ഇതര വസ്തുതകൾ. പിന്നെ നമ്മുടെ നാഷണൽ ഗെയിംസ്, ദേശീയ ഗെയിംസ് ഇനങ്ങൾ, അവരുടെ മത്സരങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട താരങ്ങളും എന്തെങ്കിലും പ്രൈസോ നേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്. ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ, വിനോദങ്ങൾ. ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം എന്താണ്, കായിക ഇനം എന്താണ്, പാകിസ്ഥാൻ്റെ എന്താണ്, ശ്രീലങ്കയുടെ എന്താണ്. പിന്നെ വരുന്നത് സാഹിത്യം. സോ സാഹിത്യത്തിൽ മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികളും അതിൻ്റെ കർത്താക്കളുടെ പേരുകളും, ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികളും അവയുടെ കർത്താക്കളുടെ പേരുകളും, എഴുത്തുകാരുടെ പേരും തൂലികാനാമങ്ങളും അപരനാമങ്ങളും, കഥാപാത്രങ്ങൾ, കൃതികൾ, പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ, മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ, അതായത് കേരളത്തിലെ പത്രങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, പ്രധാനപ്പെട്ട അവാർഡുകളും ബഹുമതികളും, അത് കിട്ടിയ ആൾക്കാരും അതിൻ്റെ കൃതികളും, ജ്ഞാനപീഠം നേടിയ മലയാളികൾ. റീസെൻ്റായിട്ട് നമ്മളുടെ പ്രിലിംസ് 10ാം ക്ലാസ്സിലും ചോദിച്ചായിരുന്നു ജ്ഞാനപീഠം. സോ അത് തന്നെ ഡിഗ്രി ലെവലിൽ നിന്ന് കിട്ടും. ഇതും പിന്നെ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. കുറച്ച് അവാർഡുകളും കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇതിനകത്തുണ്ട് കറണ്ട് അഫയേഴ്സ്. അത് കഴിഞ്ഞാൽ സംസ്കാരം, കേരളത്തിലെ പ്രധാന ആഘോഷം, അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, ഉത്സവങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ. ഇത് റിനൈസൻസിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഇതൊക്കെ. ഓക്കെ. അത് കഴിഞ്ഞാൽ വരുന്ന കമ്പ്യൂട്ടറുമായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇത് കമ്പാരിറ്റീവ്ലി 10 ഔട്ട് ഓഫ് 10 സ്കോർ ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യനാണ് ഇതെന്ന് പറയുന്നത്. ഇത് ഒരു റാങ്ക് ഫയൽ ബേസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. റാങ്ക് ഫയലേ പഠിക്കാവൂ എന്നുള്ളതാണ് സത്യം. പ്ലസ് തൊഴിൽ വാർത്തയും തൊഴിൽ വിധിയൊക്കെ നോക്കുന്നതിന് തെറ്റില്ല. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കുറിച്ചുള്ളത്, ഇൻ്റർനെറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, സൈബർ ക്രൈം, സൈബർ ക്രൈം, സൈബർ ലോ എന്ന് 2 ക്വസ്റ്റ്യനെങ്കിലും മിനിമം കിട്ടും. ഇതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ്, ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. പിന്നെ വരുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായി സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നില്ല. അപ്പോൾ നിങ്ങളിവിടെ എന്തെല്ലാം കാണുന്നോ ഇതെല്ലാം ആക്ച്വലി KS-ൻ്റെ സിലബസ് ആയിരുന്നു. അത് അതുപോലെ ഡിറ്റോ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചിരിക്കുക. പക്ഷേ KS-ന് അതിനുവേണ്ടി ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ നിന്നൊന്നും ചോദിച്ചതൊന്നുമില്ല കേട്ടോ. ഇതൊന്നും വായിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. മറ്റുള്ള പോർഷനുകൾ ആദ്യം പഠിച്ച് തീർക്കുക. അത് കഴിഞ്ഞ് ഇവിടെ ഇസ്രോയുടെ കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് നോക്കിയിരുന്നാൽ മതി. ഇസ്രോയുടെയും DRDOയുടെയും റീസെൻ്റ് ആയിട്ടുള്ളത്. അല്ലാതെ ഇത് വേർഡ് ബൈ വേർഡ് പഠിക്കാൻ നിൽക്കേണ്ട. പിന്നെ ഇന്ത്യ ന്യൂക്ലിയർ പോളിസിയുടെ ബേസിസ് ഒക്കെ എന്തുവാണ് എന്ന് വളരെ ക്വിക്കായിട്ട്, റിന്യൂവബിൾ എനർജി എന്താണ്, നോൺ റിന്യൂവബിൾ എനർജി എന്താണ്, അതിന് എക്സാമ്പിൾസ് എന്താണ്, ഇന്ത്യയുടെ ടാർഗറ്റ്സ് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ മതി. ബയോഡൈവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട പ്രോട്ടോക്കോള്, ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ചില എഗ്രിമെൻറ്റുകൾ, ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ വേർഡ് ബൈ വേർഡ് ഇത് പഠിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. കാര്യം ഇത് UPSCയുടെ KS-ൻ്റെ ഒക്കെ സിലബസ് എടുത്ത് ഇവരിട്ടിരിക്കുകയാണ്. മറ്റുള്ള പോർഷൻ പഠിച്ചിട്ട് അതിൻ്റെ കൂടെ നമുക്കിത് ചേർത്ത് തുടങ്ങിയാൽ മതി. പിന്നെ സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി. സോ മെൻ്റൽ എബിലിറ്റി ഇവിടെ സിമ്പിൾ അരിത്തമെറ്റിക്കുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ ഡിഗ്രിക്ക് പഠിക്കുന്ന അതേ സാധനങ്ങൾ തന്നെയാണ്. മെൻ്റൽ എബിലിറ്റിയുമായിട്ടുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്. പിന്നെ ജനറൽ ഇംഗ്ലീഷ്. സോ ജനറൽ ഇംഗ്ലീഷിനകത്ത് ഇംഗ്ലീഷ് ഗ്രാമർ ഉണ്ട്. ഇംഗ്ലീഷ് ഗ്രാമർ സെയിം റാങ്ക് ഫയൽ നോക്കിയാൽ മാത്രം മതി. ഇതൊന്നും നോക്കി വറീഡ് ആവണ്ട. ജസ്റ്റ് റാങ്ക് ഫയൽ ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഈസ് സഫിഷ്യൻറ്റ്. പിന്നെ
മലയാളം റീജിയണൽ ലാംഗ്വേജ് നമ്മൾ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ മലയാളമാണ് എടുത്തിട്ടുള്ളത്. അതും ഒരു ടാലൻറ്റിൻ്റെ റാങ്ക് ഫയൽ മാത്രം മതി. ഓക്കെയാ? സോ ഇത് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ മലയാളം ചിലപ്പോൾ 10 ക്വസ്റ്റ്യൻസ് കാണും. സോ 10ൽ ഒരു 6 എങ്കിലും നിങ്ങൾ ശരിയാക്കണം എന്നുള്ളതാണ് സത്യം. സോ നിങ്ങൾ ഇപ്പോൾ തൊട്ടേ പഠിച്ചു തുടങ്ങേണ്ടത് മലയാളമാണ് ഒന്ന്. സോ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് മലയാളം തുടങ്ങാം. ഇംഗ്ലീഷ് പാടുള്ളവർ ഇപ്പോഴേ നോക്കി തുടങ്ങാം, അല്ലാത്തവർ ഈ മാസം കഴിയുമ്പോഴത്തേക്ക് നോക്കി തുടങ്ങിയാൽ മതി. പിന്നെ മാത്സും കുറേശ്ശെ നോക്കി ചെയ്ത് തുടങ്ങിക്കോ, 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വെച്ച്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കേണ്ടത് കമ്പ്യൂട്ടറാണ് 3. ഓക്കെയാ? 3 കാര്യം ഇതെല്ലാം ഷുവർ ഷോട്ട് ഏരിയ ആണ്. നിങ്ങൾക്ക് ഇതെല്ലാം ആക്ച്വലി ഈസി ആയിട്ട് സ്കോർ ചെയ്തെടുക്കാം. പിന്നെ 4ാമത് ജനറൽ ഇംഗ്ലീഷും പഠിക്കണം. ഇതെല്ലാം ആഴ്ചയിൽ ഓരോ ദിവസം ഓരോന്നിനു വേണ്ടി നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അങ്ങനെ പ്ലാൻ ചെയ്ത് പഠിക്കാം ഒരേ സമയത്ത് തന്നെ. പിന്നെ ഇത് കറണ്ട് അഫയേഴ്സാണ്. ഇത് നിങ്ങൾക്ക് 5ാമത് കൊടുക്കാം. ഓക്കെ, സോ ഈ ഒരു വേരിയിങ് ഏരിയ ഞാൻ ആൾറെഡി പറഞ്ഞു. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എളുപ്പം വരുന്നത് പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതിന് നിങ്ങൾക്ക് 1 കൊടുക്കാം ഇവിടെ. അത് കഴിഞ്ഞാൽ സിവിക്സ്, ഇത് ഒന്ന് വായിച്ചങ്ങ് വിട്ടാൽ മതി. പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് എക്കണോമിക്സ്. കാര്യം ഇതെല്ലാം ഇത്തിലൂടെ ക്രിസ്പാണ്, വളരെ ഡീറ്റെയിൽസ് കുറവാണ്. അത് കഴിഞ്ഞ് ജോഗ്രഫി ഹിസ്റ്ററി നിങ്ങൾ എടുക്കുമ്പോൾ ജോഗ്രഫി ആദ്യം പഠിക്കുക, അത് കഴിഞ്ഞ് ഹിസ്റ്ററി പഠിക്കുക. ഒരു ഹിസ്റ്ററി ഒരുപാടുണ്ട് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ഇതൊക്കെ റാങ്ക് ഫയൽ വെച്ച് പിടിച്ചെടുക്കുകയും ചെയ്യാം. ഓക്കെയാ? സോ ഡിഗ്രി ലെവൽ സിലബസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ടൈം കിട്ടുവാണെങ്കിൽ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ സോൾവിങ്ങും ഡീറ്റെയിൽ ഡിസ്കഷനൊക്കെ ചെയ്യാം. KS വേണ്ടിയൊക്കെ ഞാൻ ക്ലാസ്സസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെയാ? താങ്ക് യു.